അപ്പം നമ്മളിപ്പോൾ സൗദിക്ക് പോകുന്നതിന് മുന്നായിട്ടുള്ള പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് സമയം ഏതാണ്ട് 3:30 ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ടീഷർട്ടുകൾ നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ജീൻസ് നോക്കുന്നു, അത് നടക്കുന്നില്ല. അങ്ങനെ കറങ്ങി അവസാനം സ്റ്റുഡിയോയിലെത്തിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണല്ലേ. എന്താ ഭക്ഷണം മേടിച്ചെന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഓസിന് കിട്ടിയ ലാസ്റ്റ് തിന്നുന്നുള്ള മലയാളിയുടെ മൈൻഡ് സെറ്റ്. കണ്ട, ട്രൈ മീ എന്നുള്ളതിനടുത്ത് ഒരു കൈ ഫുള്ളായിട്ട് ഇടുന്നു. നിങ്ങൾ ആരും അനുകരിക്കരുത്, ഇതെനിക്ക് മാത്രം സ്പെഷ്യലാണ്. അങ്ങനെ അവേഴ്സ് ഓഫ് സെർച്ചിനൊടുവിൽ നമ്മൾ ഈ ബ്ലാക്ക് ജീൻസ് സെലക്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഓക്കെ, ഷർട്ട് നോക്കി, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര ലൂസ്, കൈ കൊണ്ട് ടൈറ്റും ബോഡി കൊണ്ട് ലൂസും. നമ്മൾ ഈ ബ്ലാക്ക് ജീൻസ് സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹാൻഡ് ക്യാരിയിലും ലഗേജിലൊക്കെ ആയിട്ട് കയറ്റി വിടാനുള്ള കുറച്ചൊക്കെ ഐറ്റംസ്. ഇതൊക്കെ എങ്ങനെയൊന്ന് ഒതുക്കി കയറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആളുടെ വക ഒരു ഗിഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താണെന്നൊന്ന് നോക്കട്ടെ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വാളറ്റാണിത്. നല്ലൊരു ഫോട്ടോയും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വാളറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫുള്ള് പാക്കിങ് കഴിഞ്ഞു. ക്രിക്കറ്റ് ബാറ്റും ലഗേജിൽ കയറ്റി വിടാനുള്ളതും ഹാൻഡ് ക്യാരിയും അത് ലഗേജ്. ഇത് ഇവൻ്റെ ഒരെണ്ണം ഇവിടെ ഉണ്ട് ബാത്റൂമിനകത്ത്. നല്ലൊരു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം എന്നാടാ? സമയം ഇപ്പോൾ 11:30. നമുക്ക് ക്രൂഷ്യലാണ് ടൈം. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. രാവിലെ കാണാം. അസിയോടൊക്കെ പറഞ്ഞതാണ് അങ്ങനെ മിസ്റ്റേക്കേ ഇല്ല. ഓട്ടോരാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഈ ജീൻസും ഈ ടീഷർട്ടും സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തത്. ഈ ജാക്കറ്റ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ബൂട്ട് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെക്കിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എമിഗ്രേഷൻ കഴിഞ്ഞു. അതൊക്കെ സ്മൂത്തായിരുന്നു. ഒരിടത്തും നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും വന്നില്ല. ഇപ്പോൾ ഇതാ ഇവിടെ ഗേറ്റ് നമ്പർ 2 ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9:20 ആകുമ്പോഴത്തേക്കാണ് ബോർഡിംഗ് ടൈം. അപ്പോൾ അത്ര നേരം ഇവിടെ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് ഇവിടുന്ന് ശ്രീലങ്ക ചെന്ന് 6.5 hours ലേ ഓവർ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്ട്രൈറ്റ് ടു റിയാദ്. അങ്ങനെയാണ് ഇന്നത്തെ ഷെഡ്യൂൾ.
ശ്രീലങ്ക എയർപോർട്ടിൽ വന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഇത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ലഗേജ് സീനെടുത്ത് എറിയുന്നത് അത്ര നല്ലൊരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടാകണം. ശ്രീലങ്ക എയർപോർട്ടിൽ വന്നിട്ട് അന്നേരം തന്നെ അവിടുന്ന് നമ്മുടെ എന്താ പറയുക സർവീസ് ബസ് വന്നു. അതിൽ എയർപോർട്ടിലേക്ക് പോകുന്നൊരു വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് യാത്ര നൈസായിരുന്നു. എനിക്ക് ലാൻഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് ദി സ്മൂത്തസ്റ്റ് ലാൻഡിങ് ഐ ഹാവ് എവർ ഹാഡ്. ആകെ ഒരു പ്രശ്നം തോന്നിയതാണ് ലഗേജ് പേജിലായിട്ട്. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ശ്രീലങ്കൻ എയർപോർട്ടിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോഞ്ച് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം. എവിടെയാണെന്ന് തപ്പി പിടിക്കണം. അതൊരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീലങ്കൻ കൊളംബോ എയർപോർട്ടിലാണ്. ഇവിടുത്തെ ലോഞ്ചുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോംപ്ലിമെൻ്ററി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ഒരിടത്ത് ചോദിച്ചപ്പോൾ അവിടെ ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ. വേറൊരിടത്ത് ചോദിച്ചപ്പോൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം, 21 USD പേയ്മെൻറ്റ് ചെയ്യണം. വേറെ ലോഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി അധികം അന്വേഷിച്ചില്ല. എനിക്കൊരു ലോങ് 6 hours വെയിറ്റിംഗ് ഉണ്ട്. എന്ത് ചെയ്യുമെന്നൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ലഗേജൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ട്രോളി ബാഗും എല്ലാം തന്നെ ലഗേജായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഒരു ബാഗ് മാത്രമേ ഹാൻഡ് ക്യാരി ആയിട്ട് എൻ്റെ ഉള്ളൂ. അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട്, തള്ളിക്കൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ കൊളംബോയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് നമ്പറാണ് UL265 എന്നുള്ളത്. അതെന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 12 ഐ തിങ്ക്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ചിറക്. അതിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കൊളംബോയിൽ നിന്ന് റിയാദ് പോകാനുള്ള ഫ്ലൈറ്റ്. സാധാ ഫ്ലൈറ്റ് അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലൈറ്റാണ്. ഇതാണ് സാധാ നോർമൽ ഒരു ചെറിയ ഫ്ലൈറ്റ്. കണ്ടില്ലേ? അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ റിയാദിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇനി ബാക്കി കയറി കഴിഞ്ഞാൽ വിശേഷങ്ങൾ കാണാം. So we just boarded into the flight, and it's always like the window side, and I have a huge screen over here, and I just got a pillow from the seat, and it looks cool, and I'm just gonna keep it back here. And I think we can get some golden hour shots also, so it's hoping for the best. Ayubowan, ladies and gentlemen. On behalf of our captain and the rest of the crew, we welcome you on board this flight. An especially warm welcome to our Fly Smiles and One World frequent flyers. We shall be preparing for pushback shortly. We will make every effort to ensure that you experience the best of Sri Lankan hospitality throughout this flight. Thank you. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂവി ദി ഹാങ് ഓവർ ആയിരിക്കും. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ടേക്ക് ഓഫിനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയറിൽ കയറി കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. As I just told you that we'll be watching a golden hour light from the sky, but our departure just got delayed by 30 minutes, so there won't be a golden lights. Let's see what we can see and what we can show.
ജസ്റ്റ് റിസീവ്ഡ് ഓഫ് ഫുഡ്. നമ്മൾ വെജിറ്റേറിയനാണ് ഓർഡർ ചെയ്തത്. ഇത് കളർ എന്തായാലും തെറ്റിദ്ധരിക്കണ്ട, ഇത് ആപ്പിൾ ജ്യൂസാണ്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ദിസ് ഇസ് എ സാലഡ്. ഇത് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇത് എന്താണെന്നറിയില്ല, മിക്കവാറും റൈസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജാണ് ഐറ്റം. റൈസുണ്ട്, പിന്നെ സംതിങ് അതിൻ്റെ കൂടെ ഉണ്ട്, പിന്നെ സംതിങ് ഉണ്ട്, ഒരു സാലഡ് മിക്സും ഉണ്ട്, ഒരു കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിൾ ജ്യൂസ്, പിന്നെ എന്താ പറയുക, ഫോർക്ക്, നൈഫ്, സ്പൂൺ, ബ്ലാ 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 ബ്ലാ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡിങ് ആയിട്ടുണ്ട്. അറിയാതൊക്കെ എത്താറായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറപ്പായിരുന്നു, സിനിമയും കണ്ടിട്ട്. അന്നേരത്തേക്ക് ഓൾമോസ്റ്റ് എത്തി. So we just officially landed at Riyadh. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.